നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മലയാറ്റൂരിലെ വളരെ പ്രസിദ്ധമായൊരു തോമാസ് ലീഹയുടെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി. ഇവിടെ തോമാസ് ലീഹ വന്നിട്ടുണ്ടെന്നും തോമാസ് ലീഹയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നും ഉള്ള ഒരു വലിയ വിശ്വാസമാണുള്ളത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉയരത്തിലുള്ള ഒരു മലയാണിത്. ആ മല ചവിട്ടി എല്ലാ വർഷവും, പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിലും ദുക്രാന തിരുനാളിലും ഒരുപാട് ഭക്തജനങ്ങൾ മലയാറ്റൂർ സന്ദർശിക്കാറുണ്ട്. ഇവിടെ നമുക്ക് 1 മുതൽ 14 സ്ഥലങ്ങൾ വരെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുള്ള, വളരെ പണ്ടുകാലം മുതൽ ഉള്ള ആ ഒരു 14 സ്ഥലങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലവും തിരികെ തിരിയാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. പ്രധാനമായി ഈസ്റ്റർ കാലഘട്ടത്തിലും 50 നോമ്പ് കാലഘട്ടത്തിലുമാണ് ഇവിടെ തീർത്ഥാടകർ കൂടുതലായി സന്ദർശിക്കാറായിട്ടുള്ളത്. ഞാൻ പോയത് തീരെ ജനങ്ങളില്ലാത്ത, തിരക്കില്ലാത്ത ഒരു സമയത്താണ്. അതിനാലാണ് നിങ്ങൾക്ക് അധികം തീർത്ഥാടകരെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കാത്തത്. ഇത് കാലടി റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന ഒരു വനം പ്രദേശത്താണ് ഈ മലയാറ്റൂർ മല, ഈ പിൽഗ്രിം സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴി നമുക്ക് ചിലപ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും. കാരണം ഇത് ഫോറസ്റ്റ് ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെയും കാണാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഒരുപാട് അത്ഭുതാവഹമായ രോഗശാന്തിയും അവരുടെ പല പ്രശ്നങ്ങൾക്കും, ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ മുത്തപ്പൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഉണ്ട്, അത് ഒരു സത്യമാണ്. പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും ഈ മല കയറുന്നത്. മലയിറങ്ങുമ്പോൾ പൊന്നിൻ കുരിശുമല മുത്തപ്പൂ പൊന്മല ഇറക്കം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മലയിറങ്ങുന്നത്. ഇതിനു മുകളിൽ പൊന്നുകൊണ്ടുള്ള ഒരു കുരിശ്, നിങ്ങൾക്ക് വലിയൊരു കുരിശ് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർ തോമാസ് ലീഹയുടെ പാദുകങ്ങൾ പതിഞ്ഞ ഒരു പാറ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെ വളരെ മനോഹരമായ നയന ദൃശ്യ ഭംഗി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് മലയാറ്റൂർ മലയുടെ മുകളിലുള്ളത്. ഇതാണ് ആ പൊന്നുകുരിശ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ആനകുത്തിയ പള്ളി എന്ന് പറയുന്ന പഴയ ഒരു പള്ളി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് മെയിനായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത്. ഇവിടെയാണ് കുർബാനയെല്ലാം നടക്കാറ്. ഈ ആനകുത്തിയ പള്ളി പണ്ടുണ്ടായിരുന്ന ചെറിയൊരു കപ്പേള പോലത്തെ പള്ളിയായിരുന്നു. നിങ്ങൾക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാനന ഭംഗി എന്ന് പറയുന്നത് അവർണ്ണനീയമാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. ഈ മല കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണമെല്ലാം കുറച്ചു നേരം ഈ പാറപ്പുറത്തിരുന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായും മാറുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കൾ ചുമന്നുകൊണ്ടുവന്നു വെച്ച കുരിശുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ ഭാരമുള്ള മരക്കുരിശ്, ക്രിസ്തു ചുവന്നതിനേക്കാളും ഒരുപാട് ഭാരമുള്ള മരക്കുരിശുകൾ ഒരു വഴിപാടെന്ന പോലെ ചുവന്ന് മലമുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ മുകളിലായി മുത്തപ്പൻ്റെ ഒരു തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ തീർത്ഥാടക കേന്ദ്രം സന്ദർശിക്കാറുണ്ട്. പ്രധാനമായും ദുക്രാന തിരുനാൾ സമയത്തിൽ 50 നോൻപിലും. അതുകൂടാതെ ഇപ്പോൾ നിത്യമായി എല്ലാ ദിവസവും ആൾക്കാർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിരാവിലെ ഒരു 7:30-ക്ക് എന്നും മലമുകളിൽ കുർബാനയുണ്ട്, അവിടെ കുമ്പസാരമുണ്ട്, ധ്യാനിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഒരു ആത്മശോധന ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ് മലയാറ്റൂർ മലമുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അവിടെയുള്ള ഒരു പ്രത്യേക ദൈവീകമായൊരു ചൈതന്യമുള്ള ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഒരു മനസ്സിന് ആ ഒരു സൗഖ്യവും സമാധാനവും അനുഭവവേദ്യമായി നിങ്ങൾക്ക് തോന്നും.
നിങ്ങളിപ്പോൾ കാണുന്നതാണ് പഴയ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത്. ആദ്യത്തെ പള്ളി ഇതായിരുന്നു, ചാപ്പൽ ഇതായിരുന്നു. പണ്ട് കുർബാനയെല്ലാം നടന്നിരുന്ന ഇവിടെയായിരുന്നു. പിന്നീട് പുതിയ പള്ളി പണിയും അവിടെ ഒരു പൊന്നും കുരിശും ഒരു കൊടിമരവും അതുപോലെ തന്നെ മാർ തോമാസ് ലീഹയുടെ പാദുകങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നിടത്ത് ഒരു ചെറിയ ഒരു ചാപ്പൽ പോലെ പണിതിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.